ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയുടെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്നത്തോടു കൂടി ജനുവരി ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കുകയാണ്. എങ്ങനെയായാലും ഇപ്പോൾ ഈ ലാസ്റ്റ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയുടെ ഈ ലാസ്റ്റ് ദിവസങ്ങളായിട്ട് ഇപ്പോൾ കുറേ ഗ്രേറ്റ് ട്രാൻസ്ഫർ മൂവ്സ് ISL നടന്നിട്ടുണ്ട്. ഈസ്റ്റ് ബംഗാളിൽ നിന്നും ബോർഹ എരേര FC ഗോവയിൽ ചേർന്നിട്ടുണ്ട്. അതിൻ്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചിംഗ്ലൻ സെന സിംഗിനെ ഹൈദരാബാദ് FCയിൽ നിന്നും ഒരു ദീർഘകാല കരാറിൽ ബംഗളൂരു FC തങ്ങളുടെ തട്ടകത്തിൽ എത്തിച്ചിട്ടുണ്ട് 2029 വരെയൊക്കെയുള്ള ഒരു കരാറിൽ. അതുപോലെ മറ്റ് സൈനിങ്സ് ഉടനെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വരുമെന്ന രീതിയിലാണ്. അപ്പോൾ ഹിതേഷ് ശർമ്മയുടെ ഒക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഹൈദരാബാദ് FCയുടെ. അതുപോലെ തന്നെ മറ്റു താരമായ നിഖിൽ പൂജാരിയും മറ്റൊരു ടീമിലേക്ക് എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്ന് തന്നെ അതിനൊരു തീരുമാനമാവുമെന്ന് മാർക്കസ് മറുലോവ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാലും ഹൈദരാബാദ് FCയിൽ പ്രത്യേകിച്ച് പ്ലേയേഴ്സ് ഒന്നുമില്ല. അവർക്കൊരു കളി കളിക്കാനുള്ള പ്ലേയേഴ്സ് ഉണ്ടോ അറിയില്ല. ഒരു 11 ഇറക്കിയാൽ പിന്നെ സബിലിരുത്താൻ പോലുള്ള പ്ലേയേഴ്സ് അവർക്കില്ല. ഇനി അവർ അക്കാഡമി പ്ലേയേഴ്സ് ആയിരിക്കും കളിക്കാൻ തോന്നുന്നു, എന്താണ് അറിയില്ല. എങ്ങനെയാലും ഹൈദരാബാദ് FCയുടെ എല്ലാ താരങ്ങളും മറ്റു ക്ലബ്ബുകളിലേക്ക് കൂടി മാറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രാൻസ്ഫർ മൂവ് ഇപ്പോൾ നടന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ സീസണിൽ FC ഗോവയുടെ താരമായിരുന്ന ഐക്കർ ഗോരക്സനയെ ഇപ്പോൾ മുംബൈ സിറ്റി സ്വന്തമാക്കിയിട്ടുണ്ടെന്ന കാര്യമാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വരുന്നത്. മാർക്കസ് മറുലോവയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിട്ടില്ല. അപ്പോൾ അത് സൈനിങ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും താരം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഗോവയോടൊപ്പം കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത താരമായിരുന്നു. പിന്നെ അതിനുശേഷം ഗോവ വിടുകയായിരുന്നു. താരം തന്നെ തീരുമാനമെടുത്ത് അങ്ങനെ ബാക്കി നിൽക്കാതെ തിരിച്ച് സ്പെയിനിലേക്ക് പോവുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ സീസണിൽ സൂപ്പർ കപ്പ് അടക്കം 23ഓളം മത്സരങ്ങൾ FC ഗോവയ്ക്ക് വേണ്ടി കളിച്ച താരം 13 ഗോളും അതുപോലെ ഒരു അസിസ്റ്റും സ്വന്തമാക്കിയിട്ട് 14ഓളം ഗോൾ കോൺട്രിബ്യൂഷൻസ് 23 മത്സരത്തിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ മികച്ച പ്രകടനം പുറത്തെടുത്ത താരമായിരുന്നു കഴിഞ്ഞ സീസണിൽ ഗോവയ്ക്ക് വേണ്ടി. ഇപ്പോൾ എങ്ങനെയായാലും മുംബൈ സിറ്റിയിലേക്ക് താരം തിരിച്ചു വരികയാണ്. 31 വയസ്സുകാരനായ ഒരു ലെഫ്റ്റ് വിങ്ങർ ആൻഡ് സ്ട്രൈക്കറൊക്കെ ആയിട്ട് കളിക്കുന്ന താരമാണ് ഐക്കർ ഗോരക്സന. അപ്പോൾ നല്ലൊരു മൂവ് തന്നെയാണ് മുംബൈ സിറ്റിയെ സംബന്ധിച്ച്. മുംബൈയിൽ നിന്ന് പല താരങ്ങളും പുറത്തേക്ക് പോകുന്നു എന്ന ന്യൂസുകളൊക്കെ കേൾക്കുന്നുണ്ട്. ആരൊക്കെയാണ് ഇപ്പോഴും തീരുമാനമായിട്ടില്ല. പിന്നെ പകരക്കാരനായിട്ടാണ് ഈ ഗോരക്സനയെ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് കണ്ട് തന്നെ അറിയണം. ഇപ്പോൾ നിലവിൽ നാസർ അൽ ഹയാത്തി ടീം ഇട്ടിട്ടുണ്ട്. അപ്പോൾ താരത്തിൻ്റെ പകരക്കാരൻ തന്നെ ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ടയാസൊക്കെ ക്ലബ്ബ് വിടുമെന്ന രീതിയിലൊക്കെ ന്യൂസുകളൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും മുംബൈ സിറ്റിയുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ മാറ്റങ്ങളുണ്ടാകുമെന്നുള്ളതൊക്കെ കണ്ടറിയണം. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടും ട്രാൻസ്ഫർ കാര്യങ്ങളുണ്ട്. എങ്ങനെയാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ വിങ്ങറായ ബ്രൈസ് മിറാണ്ട പഞ്ചാബ് FCയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ട്രാൻസ്ഫർ കൺഫേം ആയിട്ടുണ്ട്. ഇപ്പോൾ മാർക്കസ് മറുലോവയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു ലോൺ ലോണിലാണ് പോകുന്നത്. ഈ മാസങ്ങൾക്ക് ബാക്കിയുള്ള മത്സരങ്ങളിലേക്ക് വേണ്ടി ലോണിലാണ്, ഒരു ഷോർട്ട് ടൈം ലോണിലാണ് പോകുന്നത്. അപ്പോൾ ഇനി അത് ഒഫീഷ്യൽ പ്രഖ്യാപനം വരാൻ താരത്തിൻ്റെ മെഡിക്കൽസ് മെഡിക്കൽ ക്ലിയർ ആയാൽ ഉടൻ തന്നെ പഞ്ചാബ് FCയുടെ ഭാഗത്തു നിന്നുള്ള ഒഫീഷ്യൽ പ്രഖ്യാപനം വരുന്നതാണ്. അപ്പോൾ ഈ ബ്രൈസ് മിറാണ്ടയുടെ ഈ നീക്കത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, എല്ലാവർക്കും നിലവിൽ ബ്ലാസ്റ്റേഴ്സിൽ കുറേ വിങ്ങേഴ്സ് ഉണ്ട്. വിങ്ങേഴ്സിനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം നിലവിൽ. ഇപ്പോൾ റൈറ്റ് വിങ്ങിലേക്ക് വരികയാണെങ്കിൽ രാഹുൽ KP അതുപോലെ ദൈസുകി റൈറ്റ് വിങ് ആയിട്ട് കളിക്കും. രാഹുലാണെങ്കിൽ റൈറ്റ് വിങ് കളിക്കും. അതുപോലെ തന്നെ ദൈസുക്കും റൈറ്റ് കളിക്കും. പിന്നെ സൗരവ് മണ്ഡലുണ്ട്. നിയാൽ സുധീഷ് റൈറ്റാണ് കളിക്കുന്നത്. അപ്പോൾ ഈ 4ഓളം പ്ലേയേഴ്സ് റൈറ്റിലുണ്ട്. പിന്നെ ലെഫ്റ്റിലാണ് ബ്രൈസ് കളിക്കാറുള്ളത്. ലെഫ്റ്റിൽ നമുക്ക് ഐമൻ ഉണ്ട്. ദൈസുക്ക് ലെഫ്റ്റായിട്ട് കളിക്കും. ഇപ്പോൾ പുതിയതായിട്ട് സൈൻ ചെയ്ത ഫെഡർ ലെഫ്റ്റാണ് കളിക്കുക. അതുപോലെ രാഹുലിനെ വേണമെങ്കിൽ നമുക്ക് ലെഫ്റ്റായി കളിപ്പിക്കാം. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ഉണ്ടാകുമ്പോൾ ബ്രൈസിന് അറിയാം ഈ സീസണിൽ തീരെ അവസരങ്ങൾ ISL ലഭിച്ചിട്ട് തന്നെ ഇല്ല. അപ്പോൾ സൗരവിനാണ് എന്ന കോച്ച് ഈ സീസണിൽ കൂടുതൽ അവസരങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ സ്ഥിതിക്ക് ചാൻസ് കിട്ടാത്ത സ്ഥിതിക്ക് ഇങ്ങനെ ലോണിൽ വിടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതുപോലെ തന്നെ ബ്രൈസ് മിറാണ്ടയുടെ കളിയെക്കുറിച്ച് അറിയാം. താരത്തിൻ്റെ ക്രോസ് ഗ്രേറ്റ് ആണ്. പക്ഷേ താരത്തിന് ഐമനെ പോലെയൊക്കെ ഒന്ന് ഡ്രിബിൾ ചെയ്ത് അങ്ങനെ നമ്മുടെ ടീമായിട്ടൊരു 1 ടച്ച് പാസ് അങ്ങനെ കളിച്ച് നല്ലൊരു കളി മെനഞ്ഞെടുക്കാനൊന്നും ബ്രൈസിനെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നിലവിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കണ്ട എല്ലാവർക്കും അറിയാം. നല്ല 1 ടച്ച് പാസുകളും അങ്ങനെയൊക്കെ ആയിട്ടാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടുതൽ മത്സരങ്ങളും മുമ്പിലൊക്കെ നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്ത് കളിക്കുന്ന ഒരു സ്റ്റൈലാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ ബ്രൈസിന് അത്ര ചാൻസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ബ്രൈസ് മിറാണ്ടയെ കോച്ച് അധികം ഉപയോഗിക്കാത്തത്. അപ്പോൾ എങ്ങനെയായാലും ബ്രൈസ് മിറാണ്ട പോട്ടെ, അവിടെ പോയിട്ട് നല്ല ചാൻസ് ലഭിക്കട്ടെ. എങ്ങനെ ലോണിലാണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എങ്ങനെയായാലും നെക്സ്റ്റ് സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്നെത്തും. കരാറുണ്ട് ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഇനിയും 2 വർഷത്തോളമൊക്കെ. അപ്പോൾ എങ്ങനെയാലും വീഡിയോ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോയുമായി ബന്ധപ്പെട്ടില്ല നിങ്ങളെ അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.